ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിട്ടുള്ളത് CPIM വയനാട് ജില്ലാ സെക്രട്ടറി ആയ കെ റഫീഖാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമേ. ഹലോ മലയാളത്തിലേക്ക്. ശ്രീ കെ റഫീഖ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ കെ റഫീഖ്, ഇപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ചൊരു അസാധാരണമായ രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേക്ക് അറിയാവുന്നതാണ്, ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരു പാർട്ടിയിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജീവൻ ഒടുക്കുന്നു, മറ്റൊരാൾ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ കഴിയുന്നു, പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, തങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്ന് ഉന്നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെയും ഈ കാണുന്നതൊക്കെയും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. ആ രീതിയിൽ കാണാൻ കഴിയുമോ ശ്രീ റഫീഖ്? ഒരിക്കലും ഇതൊരു ആഭ്യന്തര പ്രശ്നമായി മാത്രം കണ്ടുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, ഈ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാണ്. പക്ഷേ വയനാട് ജില്ലയിലെ കോൺഗ്രസ് അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മരണം തുടർക്കഥയാവുകയാണ്. പ്രവർത്തകരെ എങ്ങനെയും ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ അധികാരവും സമ്പത്തും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർക്കഥയാവുകയാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണം. ഇവിടെ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും മരിച്ചിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു, DCCയുടെ ട്രഷററായിരുന്നു. അദ്ദേഹം മകനെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹവും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് തൊട്ടു മുമ്പാണ് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന മറ്റൊരു കർഷകൻ കൂടിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ വായ്പാ തട്ടിപ്പിൻ്റെ ഇരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പുൽപ്പള്ളിയിൽ. അതിനു മുമ്പാണ് PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്നു. ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ ജോസ് നെല്ലേടം, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള ജോസ് നെല്ലേടത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് തങ്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ 2ാം വാർഡ് പ്രസിഡന്റിന് അദ്ദേഹം 17 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുമൊക്കെ കൊണ്ടുവച്ച് കുടുക്കിയത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരെങ്കിലുമല്ല, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനും 2ാം വാർഡ് മെമ്പറും 2ാം വാർഡ് പ്രസിഡന്റുമായിട്ടുള്ള ഈ തങ്കച്ചൻ തന്നെയാണത് വ്യക്തമാക്കിയത്. ഇപ്പോൾ പത്മജ, NM വിജയൻ എന്ന് പറയുന്ന 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ കുടുംബമാണ്, മരുമകളാണ് ഈ പത്മജ. അവരും ഇന്നലെ ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഈ ജില്ലയിലെ നേതാക്കന്മാർ, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. മരണത്തിനുള്ള കാരണം അത് കേരള പോലീസിന്റെ അവധാനത കുറവെന്നാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. മാത്രമല്ല, ആത്മഹത്യക്ക് പിന്നിൽ CPIMന്റെ വ്യക്തിഹത്യ എന്നാണ് DCC പ്രസിഡന്റ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് CPMന്റെ ഒരു ടേക്ക്? അത്തരം കാര്യങ്ങളൊന്നും, അത്തരം ഇവരുടെ ഈ കൊള്ളരുതായ്മകൾ മറച്ചുവെക്കാൻ നടത്തുന്ന വൃഥാശ്രമങ്ങൾ മാത്രമായിട്ടേ അതിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിനൊന്നും ജനങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ജോസ് നെല്ലേടം മരിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം 24 മണിക്കൂറാണ് അവിടെ പൊതുദർശനത്തിൽ വെച്ചത്. എന്തേ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ആ മൃതദേഹം കാണാൻ, ആ വീട്ടിലെത്താൻ തയ്യാറാവാതിരുന്നത്? ശ്രീമതി പ്രിയങ്ക വാദ്ര വയനാട് ജില്ലയിലുണ്ടല്ലോ. ഈ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെട്ടാൽ അവരെന്തായാലും ആ വീട്ടിലെത്തില്ലേ? എന്തേ അവർ 24 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ചിട്ടും 1/2 കിലോമീറ്റർ കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ വരെ പ്രിയങ്ക ഗാന്ധി പരിപാടിയിൽ പങ്കെടുത്തിട്ടും എന്തേ അവിടെ പോയി ഈ മൃതദേഹം കാണാൻ 24 മണിക്കൂർ ഉണ്ടായിട്ടും തയ്യാറായില്ല? ശ്രീമാൻ T സിദ്ദിഖ്, കൽപ്പറ്റ MLA ആണല്ലോ അദ്ദേഹം വയനാട് ജില്ലയിൽ ഇന്നലെയും മെനയാന്നും ഒക്കെ ഉണ്ടായിട്ടും എന്തേ ആ വീട്ടിലെത്തി മൃതദേഹം കാണാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല? ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായില്ല? IC ബാലകൃഷ്ണൻ എന്തേ ആ വീട്ടിലേക്ക് എത്താതിരുന്നത്? അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും ജോസ് നെല്ലേടം ഇത്ര വലിയൊരു വിഷയമായി നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും ആ മൃതദേഹം കാണാൻ വേണ്ടി പോലും പോകാൻ തയ്യാറായിട്ടില്ല. അത്തരം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത അങ്ങേയറ്റം ക്രൂരമായ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. എന്നിട്ട് അത് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തടയിടാൻ കഴിയുമെന്ന് ഇവർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ തങ്കച്ചൻ അദ്ദേഹം CPIMന്റെ പ്രവർത്തകനാണോ?
അദ്ദേഹം ജയിലിൽ പോകാനുണ്ടായ കാരണത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. ND അപ്പച്ചൻ ഇതിന്റെ പിന്നിലുണ്ട്. കോൺഗ്രസിന്റെ DCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള PD സജി ഇതിന്റെ പിന്നിലുണ്ട്. അനീഷ് മാമ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രദേശത്തെ നേതാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പോൾ മരണപ്പെട്ട ജോസ് നെല്ലേടം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞത് CPM അല്ല. പരസ്യമായി നിങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചത് ശ്രീമാൻ തങ്കച്ചൻ, കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ്. അദ്ദേഹം 17 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയത് പോലീസ് കൃത്യമായി അന്വേഷിച്ചത് കൊണ്ടാണല്ലോ. പോലീസിനെയൊക്കെ ആരോപിച്ച് ഈ കാര്യങ്ങൾ തടിയുരാൻ കഴിയുമോ? ഇവിടെ ഉണ്ടായത് എന്താ? ആ വീട്ടിലേക്ക് മാരകമായ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവെക്കുന്നു. ബൈരക്കുപ്പ എന്ന് പറഞ്ഞാൽ പുറത്താണ്, കേരളത്തിന് പുറത്തുള്ള പ്രദേശത്ത് നിന്നും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നിയമപരമായി വലിയ പ്രശ്നമുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് കൊണ്ടുവന്നു. ഇതല്ലേ കിട്ടിയ ഇൻഫർമേഷൻ? ഈ രൂപത്തിൽ അവർ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണല്ലോ. തൊണ്ടി ഉൾപ്പെടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? ആരാണിത് വിളിച്ചു പറഞ്ഞത്? ഇവരാണല്ലോ ഈ കാര്യങ്ങൾ പറയുകയും ഈ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് പോലീസിന് കൃത്യമായ തെളിവുണ്ടല്ലോ. അനീഷ് മാമ്പിള്ളി എന്തിനെ ഒളിവിൽ പോയിരിക്കുന്നു? ഇപ്പോൾ അനീഷ് മാമ്പിള്ളി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാ. അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണല്ലോ ഈ തങ്കച്ചൻ ജയിലിൽ കിടന്ന വിഷയത്തിൽ. അപ്പം പോലീസ് സമഗ്രമായി അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തങ്കച്ചന് ജയിൽ മോചനാവാൻ സാധിച്ചത്. പക്ഷേ അവിടെ ഇപ്പം ND അപ്പച്ചൻ പറയേണ്ട കാര്യം, കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ND അപ്പച്ചനെ ഓടിച്ചിട്ട് തല്ലി എന്ന വാർത്ത പുറത്തു വന്നല്ലോ. അത് CPM-കാരാണോ ഓടിച്ച് തല്ലാൻ നോക്കിയത്? അല്ലെങ്കിൽ IC ബാലകൃഷ്ണനെതിരെ വലിയ രൂപത്തിൽ അവിടെ വിഷയങ്ങളുണ്ടായല്ലോ, അത് CPM-കാരാണോ? ഇവർ തമ്മിലുള്ള പടലപ്പടക്കം. എന്തിനാ പടലപ്പടക്കം? തങ്കച്ചൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോറി മുതലാളിമാരിൽ നിന്നും പണം വാങ്ങി സ്വന്തം എടുത്തപ്പോഴാണ്, ചോദ്യം ചെയ്തപ്പോഴാണ് തങ്കച്ചന് പ്രതികരിക്കേണ്ടി വന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നടത്തുന്ന കൊള്ളരുതായ്മയോ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ജയിലടച്ചില്ലാതാക്കുക, തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രൂപത്തിൽ എല്ലാം അവരുടെ തലയിൽ കെട്ടിവെക്കുക, ഇതാ കോൺഗ്രസ് ചെയ്യുന്നത്. NM വിജയന്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണല്ലോ. NM വിജയൻ യഥാർത്ഥത്തിൽ അന്ന് DCCയുടെ ട്രഷറർ എന്ന നിലയിൽ വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അദ്ദേഹം കൂടെ ചില ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങി നേതാക്കന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. പണം ആരുടെ കയ്യിലാണുള്ളത്? ND അപ്പച്ചന്റെയും IC ബാലകൃഷ്ണന്റെയും ഒക്കെ കയ്യിൽ. എന്നാൽ അതില് പ്രശ്നമുണ്ടായത് വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിരൂക്ഷമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എത്ര നാളായി തുടങ്ങുന്നു ഈ ഗ്രൂപ്പ് പോര്? അത് എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീ K. റഫീഖ്, DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരുമകൾ പത്മജ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനൊപ്പം പത്മജയുടെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ, ഇന്നിപ്പോ കുറച്ചു മുൻപാണ് NM വിജയന്റെ മകൻ വിജേഷ് പറഞ്ഞതൊക്കെയും ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്നാണ്. അതായത് കരാറിൽ ഒരു വ്യക്തതയും ഇനിയും വന്നിട്ടില്ല. KPC അധ്യക്ഷൻ ഒരു കാര്യം പറയുന്നു, T. സിദ്ദിഖ് മറ്റൊരു കാര്യം പറയുന്നു. ഇതിലിപ്പം ഈ കരാറുമായി ബന്ധപ്പെട്ട് CPM-ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ K. റഫീഖ്? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസിന്റെ KPCCയുടെ അധ്യക്ഷനും T. സിദ്ദിഖും ഒക്കെ ഈ രൂപത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഗ്രൂപ്പ് പോരാണ് ഈ കരാറിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഒരു മാനുഷികമായ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ നോക്കൂ, ഇവർ ആവശ്യപ്പെടുന്നത് DCCയുടെ നേതാക്കന്മാരും KPCCയുടെ നേതാക്കന്മാരും T. സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ എന്തോ ഔദാര്യമായി NM വിജയന്റെ കുടുംബത്തിന് പണം സഹായിക്കുന്നത് പോലെയാണ് അവരുടെ വർത്തമാനം. അങ്ങനെയാണോ? NM വിജയന് എന്തെങ്കിലും കുടുംബം ഔദാര്യമായി എന്തെങ്കിലും ചോദിക്കുന്നതല്ല. NM വിജയൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി ട്രഷറർ എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം പണം വാങ്ങി നേതാക്കന്മാർക്ക് കൊടുക്കുന്നു. അതിന്റെ ബാധ്യത മൊത്തം തലയിൽ വരുന്നത് അവസാനം NM വിജയനാണ്. എന്നാൽ പണം തിരിച്ചു ചോദിച്ചപ്പോൾ IC ബാലകൃഷ്ണൻ ND അപ്പച്ചനൊന്നും കൊടുക്കുന്നില്ല. KPCC നേതൃത്വത്തിന് NM വിജയൻ കത്തെഴുതുന്നു. ആ കത്തിന്റെ ഭാഗമായ ഒരു ഇടപെടലും KPCC നേതൃത്വം നടത്തുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആധാരമെടുത്ത് പണയം വെച്ച് ആ പണത്തിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പണം തിരിച്ചു നൽകുന്നു. അതിനാണ് പണം ഉപയോഗിച്ചത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാ അദ്ദേഹം ഗത്യന്തരമില്ലാതെ ഈ പണം ഉപയോഗിക്കേണ്ടി വന്നത്. ആ പണത്തെക്കുറിച്ചാണ് കുടുംബം ചോദിക്കുന്നത്, അല്ലാതെ കോൺഗ്രസിന്റെ ഔദാര്യത്തെക്കുറിച്ചല്ല. എന്നിട്ട് അവർ കരാറിനെ കുറിച്ചും കരാറില്ല എന്ന് ഒരാൾ പറയുന്നു, കരാറുണ്ട് എന്ന് പറയുന്നു. കരാറുണ്ടോ ഇല്ലയോ എന്നത് അവരെ ഗ്രൂപ്പ് അത് വിചിത്രമായിരുന്നു. ഇപ്പൊ കുടുംബത്തിനെ സഹായിക്കാൻ വരുന്ന പോലെയൊക്കെ സഹായിച്ചു, പക്ഷെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയൊന്നും ഈ പാർട്ടിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വളരെ ലാഘവത്തോടെയാണ് ഇന്നലെ KPC അധ്യക്ഷൻ സംസാരിച്ചത്. ശ്രീ T. സിദ്ദിഖ്, ശ്രീ K. റഫീഖ്, ഈ മറ്റൊരു കാര്യത്തിലേക്ക് വരിക. ഓക്കെ, പറഞ്ഞോളൂ ശ്രീ K. റഫീഖ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത രൂപത്തിലേക്ക് ക്രൂരമായി മാറിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. ആ കുടുംബത്തെ വീണ്ടും കൊലപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്.
അവർക്ക് അർഹതപ്പെട്ട പണമാണ്. അവർ ഔദാര്യമായി ചോദിക്കുന്ന പണമല്ല. കോൺഗ്രസിന് വേണ്ടി NM വിജയൻ ഗത്യന്തരമില്ലാതെ ചെലവഴിക്കേണ്ടി വന്ന പണമാണ്. ആ പണത്തെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ഔദാര്യം നൽകുന്നതിൽ പറയാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുമ്പോൾ അവരെ ജനങ്ങൾ ആ നിലയിൽ തന്നെ ആ വിഷയത്തിൽ കാണുമെന്ന് അവർ മറന്നുപോകരുത്. ടി സിദ്ദിഖ് ഇവിടെ ഇന്നലെ വലിയ രൂപത്തിൽ വർത്തമാനം പറഞ്ഞല്ലോ. ടി സിദ്ദിഖിനോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പത്മജ അവരുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി ഒരു കുറിപ്പെഴുതി വെച്ചു. ഈ കൊലയാളി കോൺഗ്രസ് നേതാ ഒരു ഇരകൂടെ എന്ന് എഴുതി വെക്കുന്നത് NM വിജയന്റെ കുടുംബമാണ് എന്നത് ഗൗരവമായി കാണണം. മറ്റൊരു കാര്യം കൂടെ അവർ പറഞ്ഞു, ഞങ്ങളെ കുടുംബത്തെ ഇന്നലെ ടി സിദ്ദിഖ് അവഹേളിച്ചു. ഞാൻ പണം വാങ്ങി ബിസിനസ് തുടങ്ങി എന്ന രൂപത്തിൽ ഉൾപ്പെടെ ഒരു മാധ്യമത്തിൽ ശ്രീമാൻ ടി സിദ്ദിഖ് പറഞ്ഞു. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നത് അപ്പുറമാണ് എന്ന് പറയുന്നു. എന്ത് മറുപടി പറയാനുണ്ട് ശ്രീമാൻ ടി സിദ്ദിഖിന്? ഫോണ് പോലും ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഫോണ് വിളിച്ചിട്ട് പോലും ഇപ്പൊ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നു. എന്ത് പറയാനുണ്ട് ടി സിദ്ദിഖിനും കോൺഗ്രസ് നേതൃത്വത്തിനും? ഈ രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായി അവരുടെ ആഭ്യന്തര പ്രശ്നമായി ചുരുക്കി കാണാൻ കഴിയുന്നതല്ല. മരണത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തള്ളിവിടുന്ന മരണത്തിന്റെ വ്യാപാരികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ജില്ലയിലെ കോൺഗ്രസ് മാറുന്നു. അതിനെല്ലാം മാർച്ച് നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഈ ടി സിദ്ദിഖ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ ഈ ഓഫീസിൽ MLA ആയിട്ട് ഇരിക്കാൻ അനുവദിക്കില്ല, അതല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് DYFI പറഞ്ഞു എന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് താൻ ഉണ്ടാകുന്നും എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും അങ്ങനെ ഇല്ലാതാക്കി കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നുമൊക്കെയാണ് ടി സിദ്ദിഖ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പോലീസിന്റെ ഒത്താശയോടെ നടന്ന അതിക്രമമാണ് ഇന്നലത്തേത് എന്നും പറയുന്നുണ്ട് ടി സിദ്ദിഖ്. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് ശ്രീ കെ റഫീഖ്? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ടത് ശ്രീമതി പത്മജ അവരുടെ ആത്മഹത്യ, അവരുടെ പ്രയാസങ്ങളെല്ലാം അവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ അവർ രാവിലെയും കൂടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷെ പെട്ടെന്ന് അവർക്ക് സഹിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറിയ പ്രയാസമുണ്ടായത് ടി സിദ്ദിഖിന്റെ പരാമർശമാണ് എന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യപ്പറ്റുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാരണക്കാരായവർക്ക് വരെ പ്രതിഷേധിക്കും. അങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധമുണ്ടായപ്പോൾ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീരവാദം മുഴക്കുകയാണ് യഥാർത്ഥ സിദ്ദിഖ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വീരവാദം മുഴക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കണം. അത് ഈ പത്മജ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായോ? പത്മജക്ക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക്, ശ്രമം നടത്തേണ്ട അവസ്ഥയിലേക്ക് വന്നത് സിദ്ദിഖിന്റെ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്തേ പ്രതികരിക്കാത്തത്? കരാർ എന്തിന് പൂഴ്ത്തിവെച്ചു? ഒരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ വക്കീലിന്റെ കയ്യിൽ കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് പിറ്റേ ദിവസം MLA പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പൂഴ്ത്തിവെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇത് പറയുന്നത് പത്മജയാണ്. എന്ത് മറുപടിയുണ്ട് ഈ കാര്യത്തിൽ പറയാൻ? അതുപോലെ ജോസ് നെല്ലേടത്തിന്റെ വീട്ടിൽ ഇന്നലെ ഇത് വെച്ചുകൊണ്ട് കുറച്ച് അദ്ദേഹത്തിന് ശിൽബന്ധികളെ കൂട്ടി കുറച്ച് ഷോ വർക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. എന്തേ അദ്ദേഹത്തിന് ജോസ് നെല്ലേടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരിച്ചിട്ട് ആ വീട്ടിലേക്കൊന്നും പോകാൻ സമയം കിട്ടിയില്ല? അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാൻ, അദ്ദേഹത്തിന് ഈ രൂപത്തിലുള്ള വീരവാദം മുഴക്കാൻ ഒക്കെ സമയമുണ്ടായി. പക്ഷേ എന്തേ അദ്ദേഹത്തിന് അവിടെ ഈ ജോസ് നെല്ലിടത്തെ ഒന്ന് പോയി കാണാൻ, ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ തയ്യാറാവാത്തത്? പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരും ആ വീടുകളിൽ സന്ദർശിക്കുകയോ അവരുടെ സങ്കടത്തിനോടൊപ്പം ചേരുകയോ എന്താണ് യഥാർത്ഥ കാര്യമെന്ന് വിശദീകരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഇന്നെങ്കിലും ഒരു പ്രതികരണമൊക്കെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി ശ്രീ കെ റഫീഖ് നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. തീർച്ചയായും. ഓക്കെ, സന്തോഷം.